നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. NIOS+2 സോഷ്യോളജി എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 2 അതിലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അതിൽ നിന്നുള്ള 12ാമത്തെ ചാപ്റ്റർ മാരേജ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ വിവിധ തരത്തിലുള്ള വിവാഹ രീതികളെക്കുറിച്ചും പണ്ട് കാലത്ത് പ്രചാരത്തിലിരുന്ന വിവിധതരം വിവാഹങ്ങളെക്കുറിച്ചും അതുപോലെ മുസ്ലിം സമുദായത്തിലും ഹിന്ദു സമുദായത്തിലുമൊക്കെ നിലനിന്നിരുന്ന വിവാഹ രീതികൾ ഏതെല്ലാമായിരുന്നു എന്നും അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് വിവാഹം അല്ലെങ്കിൽ വാട്ട് ഈസ് മാരേജ് എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്താണ് വിവാഹം? നമുക്കറിയാം, സാർവലൗകികമായ സാമൂഹ്യ സ്ഥാപനങ്ങളിലൊന്നാണ് വിവാഹം എന്ന് പറയുന്നത്. ഒരു സ്ത്രീയെയും പുരുഷനെയും കുടുംബജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു സ്ഥാപനമാണ് വിവാഹം എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ വിവാഹവും കുടുംബവും പരസ്പര പൂരകങ്ങളായി മനുഷ്യവംശത്തിൻ്റെ തുടക്കം മുതലേ തന്നെ നിലനിന്നു പോരുന്ന ഏറ്റവും പ്രാചീനവും അടിസ്ഥാനപരവുമായ സാമൂഹിക സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന എന്താണ്? സ്ത്രീ പുരുഷന്മാരെ കുടുംബജീവിതത്തിലേക്ക് നയിക്കുന്ന സ്ഥാപനമാണ് വിവാഹമെന്ന് പറയാം. മനുഷ്യരാശി അല്ലെങ്കിൽ മനുഷ്യവംശത്തിൻ്റെ തുടക്കം മുതൽ തന്നെ നിലനിന്നിരുന്ന ഏറ്റവും പ്രാചീനവും അടിസ്ഥാനപരവുമായ സാമൂഹ്യ സ്ഥാപനമാണ് വിവാഹമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരുപാട് പുരുഷന്മാരോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ ഒന്നിലധികം സ്ത്രീകളോ ആയിക്കോട്ടെ, സമൂഹത്തിൽ കുറേ നിയമങ്ങളൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? നിയമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ അനുസരിച്ച് രണ്ട് കൂട്ടർക്കും ബാധകമായ നിബന്ധനകൾക്കൊക്കെ വിധേയമായി പരസ്പര ബന്ധത്തിൽ ഏർപ്പെടുന്നതും അതുപോലെ തന്നെ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്, അവരെ കൂടി ഉൾപ്പെടുത്തി ജീവിക്കുന്നു. ഇതിനെയൊക്കെയാണ് എന്തെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? മാരേജ് അല്ലെങ്കിൽ വിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പണ്ട് കാലത്ത് പ്രചാരത്തിലിരുന്ന കുറേ വിവാഹ രീതികളുണ്ടായിരുന്നു. അതായത് മോണോഗമി, പോളിഗമി, പോളിയൻട്രി, എൻഡോഗമി, എക്സോഗമി, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള രീതികൾ. അതിലെന്താണ് മോണോഗമി എന്ന് നമുക്ക് നോക്കാം. ഏകപത്നിത്വം അഥവാ ഏകപതിത്വം. ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു ഭാര്യ മാത്രം എന്നതാണ് ഈ വിവാഹ രീതിയുടെ പ്രത്യേകത. മോണോഗമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു ഭാര്യ മാത്രം എന്നതാണ്. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഈ രീതിയാണ് ഏറ്റവും സർവ്വസാധാരണമായിട്ടുള്ളത്. ഒരാളെ മാത്രമേ വിവാഹം ചെയ്യാൻ അനുവാദമുള്ളൂ. എല്ലാ സമൂഹങ്ങളിലും പൊതുവെ അംഗീകരിക്കപ്പെടുന്ന വിവാഹ മാതൃക ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? മോണോഗമിയാണ്. ഇനി അപ്പോൾ എന്താണ് പോളിഗമി? നമ്മൾ പറഞ്ഞു, മോണോഗമി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു ഭാര്യ എന്നതാണെങ്കിൽ, പോളിഗമിയിൽ എന്തായിരിക്കും? ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഉണ്ടായിരിക്കുന്നതിനെയാണ് നമ്മൾ ബഹുഭാര്യത്വം അല്ലെങ്കിൽ ബഹുഭർത്തൃത്വം, പോളിഗമി എന്നൊക്കെ പറയുന്നത്. ഈ വിവാഹ മാതൃക അനുസരിച്ച് ഒരു പുരുഷന് രണ്ടോ അതിലധികമോ ഭാര്യമാരെ ഒരേ സമയം വിവാഹം ചെയ്യാം. ഇത്തരം വിവാഹ മാതൃക പണ്ട് കാലത്ത് പ്രാചീന കാലത്തെ സമൂഹങ്ങളിലാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മോണോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോഗമിയിൽ ഒരു വ്യക്തിക്ക് ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ്. പോളിഗമിയിൽ എന്താണ്? ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഉണ്ടായിരിക്കുന്ന അവസ്ഥയാണ്. ഇത് പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വിവാഹ മാതൃകയാണ്. നെക്സ്റ്റ്, പോളിയൻട്രി എന്ന് പറഞ്ഞാൽ ബഹുഭർത്തൃത്വം. എന്താണ്? ഈ വിവാഹ മാതൃക അനുസരിച്ച് ഒരു സ്ത്രീക്ക് ഒരേ സമയം രണ്ടോ അതിലധികമോ പുരുഷന്മാരെ ഭർത്താവായി സ്വീകരിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള വിവാഹ മാതൃക കാണപ്പെടുന്നത്, ഉദാഹരണമായി പറയുന്നത്, തമിഴ്നാട്ടിലെ നീലഗിരി ഹിൽസിലാണ്. അതുപോലെ തന്നെ അപ്പോൾ പോളിഗിനി എന്താണ്? ഒരു പുരുഷന് ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരുള്ളതിനെയാണ് ബഹുഭാര്യത്വം അല്ലെങ്കിൽ പോളിഗിനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി മാറിപ്പോകരുത്. മോണോഗമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു ഭാര്യ എന്നതാണ് മോണോഗമി. പോളിഗമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഉള്ള അവസ്ഥ. പോളിയൻട്രി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ത്രീക്ക് രണ്ടോ അതിലധികമോ പുരുഷന്മാരെ ഭർത്താവായി സ്വീകരിക്കാൻ കഴിയുന്നത്. ഇതിന് ഉദാഹരണമായി പറയുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ഹിൽസ്. പോളിഗിനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പുരുഷന് ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരുള്ള ഒരു രീതിയാണ് പോളിഗിനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് എൻഡോഗമി, അതുപോലെ തന്നെ എക്സോഗമി. എന്താണ് എൻഡോഗമി എന്നതുകൊണ്ട്? സ്വകുല വിവാഹം അല്ലെങ്കിൽ എൻഡോഗമി എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെയുണ്ട് സ്വകുലം. സ്വവംശത്തിൽ നിന്ന്, സ്വന്തം വംശത്തിൽ നിന്നുള്ള വിവാഹത്തിനെയാണ് നമ്മൾ എൻഡോഗമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതായത് ഒരു ജാതിയിലുള്ള ആൾ അതേ ജാതിയിൽ നിന്ന് തന്നെ വിവാഹം ചെയ്യുന്നതിനെ നമുക്ക് എൻഡോഗമി എന്ന് പറയാം. അപ്പോൾ എക്സോഗമി എന്താകും? പരകുല വിവാഹം അല്ലേ? ഒരേ വംശത്തിലുള്ള ആൾ അന്യവംശത്തിൽ നിന്ന് വിവാഹം കഴിച്ചാൽ നമുക്കതിനെ എക്സോഗമി എന്ന് പറയാം. എൻഡോഗമി എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വന്തം ജാതിയിൽ അല്ലെങ്കിൽ സ്വന്തം കുലത്തിൽ നിന്ന് തന്നെ വിവാഹം ചെയ്യുന്നതാണ്. എക്സോഗമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വംശത്തിലുള്ള ആൾ അന്യവംശത്തിൽ നിന്നും വിവാഹം ചെയ്യുന്ന രീതിയാണ്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് അനുലോമ? ഡിഫൈൻ അനുലോമ അല്ലെങ്കിൽ ഹൈപ്പർഗമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉയർന്ന ജാതിയിൽപ്പെട്ട പുരുഷൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്ന രീതിക്കാണ് അനുലോമ എന്നതുകൊണ്ട് അല്ലെങ്കിൽ മിശ്രവിവാഹം എന്നൊക്കെ കൊണ്ടുദ്ദേശിക്കുന്നത്. പണ്ട് കാലത്ത് സമൂഹത്തിൽ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും മാത്രം അനുവദിക്കപ്പെട്ടിരുന്ന വിവാഹമായിരുന്നു അനുലോമ. അപ്പോൾ ഉയർന്ന ജാതിക്കാരനായ പുരുഷൻ താഴ്ന്ന ജാതിക്കാരിയായ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന പ്രക്രിയ രീതിക്കാണ് അനുലോമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മിശ്രജാതി എന്ന് പറയാം. പണ്ട് കാലത്ത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നിവരാണ് ഈ രീതി അനുവർത്തിച്ച് പോന്നിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ പ്രതിലോമ. എന്താണ് പ്രതിലോമ? പ്രതിലോമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിശ്രവിവാഹത്തിൽ നേരത്തെ നമ്മൾ അനുലോമ പറഞ്ഞതുപോലെ തന്നെ താഴ്ന്ന ജാതിയിലെ പുരുഷൻ ഉയർന്ന ജാതിയിലെ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനെയാണ് പ്രതിലോമ. നേരത്തെ എന്താണ് പറഞ്ഞ? അനുലോമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉയർന്ന ജാതിക്കാരനായ പുരുഷൻ താഴ്ന്ന ജാതിക്കാരിയായ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതാണ്. ഇവിടെ നേരെ തിരിച്ചാണ്. പ്രതിലോമയിൽ വരുമ്പോൾ താഴ്ന്ന ജാതിക്കാരനായ പുരുഷൻ ഉയർന്ന ജാതിയിലെ സ്ത്രീയെ വിവാഹം ചെയ്യുന്നു. എന്നാൽ ഈ വിവാഹ രീതി പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നില്ല സമൂഹത്തിൽ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇത്രയും സമയം പറഞ്ഞത്? മോണോഗമി, പോളിഗമി, പോളിയൻട്രി, പോളിഗിനി, എൻഡോഗമി, എക്സോഗമി, അനുലോമ, പ്രതിലോമ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാരേജ് എമോങ് ദ ഹിന്ദുസ്. ഹിന്ദു വിവാഹത്തിലെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? അതായത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഹിന്ദു വിവാഹവുമായി ബന്ധപ്പെട്ട് 3 ലക്ഷ്യങ്ങൾ നിലനിന്നിരുന്നു. ഏതൊക്കെയായിരുന്നു അവ എന്ന് നോക്കാം. ഒന്നാമത്തേത് ധർമ്മം, 2 പ്രജ, മൂന്നാമത്തേത് രതി അല്ലെങ്കിൽ സുഖാനുഭൂതി. അതായത് ഹിന്ദു വിവാഹത്തിന് 3 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് നമ്മുടെ ജീവിതത്തിൽ. ധർമ്മം അല്ലെങ്കിൽ ചുമതലകൾ ഉണ്ടായിരുന്നു, രണ്ടാമത്തേത് പ്രജ അല്ലെങ്കിൽ വംശവർദ്ധനവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു, മൂന്നാമത്തേത് രതി അല്ലെങ്കിൽ സുഖാനുഭൂതി. ഇവയായിരുന്നു ഹിന്ദു വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലെയിൻ ദ ട്രഡീഷണൽ ഫോംസ് ഓഫ് ഹിന്ദു മാരേജ്. ഹൈന്ദവ വിവാഹത്തിൻ്റെ പരമ്പരാഗതമായ രീതികൾ ഏതെല്ലാം? അപ്പോൾ ഹൈന്ദവ വിവാഹത്തിന് പൊതുവെ 8 രീതികളാണ് അനുശാസിക്കുന്നത്. ഒന്നാമത്തേത് ബ്രഹ്മവിവാഹം, രണ്ടാമത്തേത് ദൈവവിവാഹം, മൂന്നാമത്തേത് ആർഷവിവാഹം, 4 പ്രജാപത്യ വിവാഹം, 5 അസുര വിവാഹം, 6 ഗാന്ധർവ വിവാഹം, 7 രാക്ഷസ വിവാഹം, 8 പൈശാചിക വിവാഹം. ഇത് മുൻകാലങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് നേരത്തെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ ട്രഡീഷണൽ ഫോംസ് ഓഫ് ഹിന്ദു മാരേജ് എന്നുള്ളത്. പണ്ട് കാലത്ത് നിലവിലിരുന്ന വിവാഹ രീതികളായിരുന്നു. അപ്പോൾ 8 തരത്തിലുള്ള ഹൈന്ദവ വിവാഹം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ബ്രഹ്മവിവാഹം. എന്താണ് ബ്രഹ്മവിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം പണ്ട് കാലത്ത് എന്ത് ചെയ്യും, ബ്രഹ്മചര്യ ആശ്രമം അല്ലേ, അങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ആശ്രമത്തിൽ പോയി നിന്ന് പഠിക്കുന്ന പതിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രഹ്മചര്യ വിവാഹം അല്ലെങ്കിൽ ബ്രഹ്മവിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മചര്യാശ്രമം വിജയകരമായി തരണം ചെയ്ത ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വിവാഹമാണ്. ബ്രാഹ്മണർക്ക് അനുയോജ്യമായതുകൊണ്ടാണ് ഈ വിവാഹത്തെ എന്തെന്ന് വിളിക്കുന്നത്? ബ്രഹ്മവിവാഹം എന്ന് വിളിക്കുന്നത്. അതായത് ഈ ബ്രഹ്മചര്യാശ്രമ രീതി അങ്ങനെ ഉള്ള പഠനം വിജയകരമായി തരണം ചെയ്ത ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള കല്യാണം. അപ്പോൾ ബ്രാഹ്മണർക്ക് ആണ് ഏറ്റവും കൂടുതൽ ഈ രീതി ബ്രാഹ്മണരുടെ ഇടയിലാണ് നിലനിന്നിരുന്നത്. ഈ രീതി അനുസരിച്ച് എന്ത് ചെയ്യുന്നു? പെൺകുട്ടിയുടെ അച്ഛൻ, അതായത് വധുവിൻ്റെ അച്ഛൻ സ്വന്തം മകളെ വരന് സമ്മാനമായി നൽകുന്നു. വരന് സമ്മാനം എന്നാണ് പറയപ്പെടുന്നത്, സമ്മാനമായി നൽകുന്നു. ഇതിനാണ് കന്യാദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം സ്ത്രീധനമായിട്ട് സ്വർണവും വെള്ളിയും ഒക്കെ നൽകുന്നു. ഇതിന് ഉദാഹരണമായി പറയുന്നത് നമ്മുടെ ദശരഥനും
കൗസല്യയുമാണ് ഇതിന് ഉദാഹരണമായി പറയുന്നത്. അപ്പോൾ ബ്രാഹ്മണരുടെ ഇടയിൽ നിലനിന്നിരുന്ന വിവാഹമാണ് ബ്രഹ്മവിവാഹം. ബ്രഹ്മചര്യാശ്രമം വിജയകരമായി തരണം ചെയ്യുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വിവാഹമാണിത്. ഈ വിവാഹത്തിൻ്റെ പ്രത്യേകത, പെൺകുട്ടിയുടെ വധുവിൻ്റെ അച്ഛൻ തൻ്റെ മകളെ എന്ത് ചെയ്യുന്നു, സമ്മാനമായി വരൻ നൽകുന്നതാണ്. ഇതിന് അദ്ദേഹം അതോടൊപ്പം തന്നെ സ്വർണവും വെള്ളിയും ഒക്കെ സ്ത്രീധനമായി നൽകുകയും ചെയ്യുന്നു. രണ്ടാമത്തെ വിവാഹം ദൈവവിവാഹം. അതായത് യാഗമോ യജ്ഞമോ ഒക്കെ നടത്തുന്നയാൾ തൻ്റെ മകളെ പുരോഹിതന്, ആ യാഗമൊക്കെ നടത്തുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു, പുരോഹിതന് ദക്ഷിണയായി നൽകുന്നു. ഇവിടെ സ്ത്രീ പുരോഹിതനെ വിവാഹം കഴിക്കുന്നു. അതാണ് ദൈവവിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ദൈവവിവാഹം എന്ന പേര് വരാൻ കാരണം അഗ്നികുണ്ഡത്തിന്, അതായത് ആ ഹോമം ചെയ്യുന്ന സ്ഥലത്തെ അഗ്നികുണ്ഡത്തിന് മുൻപിൽ വെച്ചാണ് ഈ കല്യാണം നടത്തുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ദൈവവിവാഹം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. യാഗമോ യജ്ഞമോ ഒക്കെ നടത്തപ്പെടുന്ന ആൾ തൻ്റെ പുത്രിയെ ആ പുരോഹിതന് ദക്ഷിണയായി നൽകുന്ന വിവാഹ രീതി. ഇത് അഗ്നികുണ്ഡത്തിന് മുന്നിൽ വെച്ചായിരിക്കും ഈ വിവാഹം നടത്തപ്പെട്ടിരുന്നത്. ആർഷവിവാഹം, ആർഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മഹർഷിമാരല്ലേ. മഹർഷികൾക്കും സന്യാസികൾക്കും അനുവദനീയമായിട്ടുള്ള വിവാഹ രീതിയെയാണ് എന്തെന്ന് പറയുന്നത്, ആർഷവിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം സംസ്കൃതത്തിൽ ആർഷ എന്ന പദത്തിന് ഋഷി എന്ന വാക്കുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഋഷിവര്യന്മാർ ഈ സന്യാസിമാരായിട്ടുള്ള ആൾക്കാർക്കും എന്തുണ്ടായിരിക്കും, കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള വിവാഹം ഇവർക്കിടയിൽ നടക്കുന്നതാണ്. അതിനായിട്ട് അവർ പെൺകുട്ടിയുടെ വധുവിൻ്റെ അച്ഛന് ഒരു പശുവിനെയോ അല്ലെങ്കിൽ കാളയെയോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ ഒക്കെ എന്ത് ചെയ്യുന്നു, നൽകുന്നു. എന്നിട്ട് വധുവിനുള്ള വിലയോ സ്ത്രീധനമോ അല്ല, യാഗാനുഷ്ഠാനത്തിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഈ പശുവിനെയൊക്കെ നൽകുന്നത്. പുരോഹിത കുടുംബങ്ങളിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ രീതിയെ ആർഷവിവാഹം, അതായത് മഹർഷിമാരുടെ കുടുംബത്തിൽ നടക്കുന്നത് കൊണ്ട് ഇതിനെ ആർഷവിവാഹം എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ആർഷവിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹർഷിമാർക്കും സന്യാസികൾക്കും അനുവദനീയമായിട്ടുള്ള വിവാഹ രീതിയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രജാപത്യ വിവാഹം. നമ്മളിപ്പോൾ പറഞ്ഞു അഷ്ടവിവാഹം അല്ലെങ്കിൽ ഹിന്ദു വിവാഹത്തിലെ 8 രീതികളിൽ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട അഷ്ടവിവാഹങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു വിവാഹ രീതിയാണ് ഏതെന്ന് പറയുന്നത് പ്രജാപത്യ വിവാഹം. അതായത് ബ്രഹ്മവിവാഹത്തിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപമാണിത്. യോഗ്യനായ ഒരു പുരുഷന് പിതാവ് തൻ്റെ പുത്രിയെ എന്ത് ചെയ്യുന്നു, നൽകുന്നു. അതിനെയാണ് പ്രജാപത്യ വിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസുരവിവാഹം. എന്താണ് അസുരവിവാഹം? ഏറ്റവും കൂടുതൽ തിന്മ നിലനിന്നിരുന്ന വിവാഹ രീതിയായിരുന്നു അസുരവിവാഹം. അതായത് ഈ വിവാഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വധുവിൻ്റെ മൂല്യം നിർണ്ണയിക്കപ്പെട്ടിരുന്നു. എന്താണ് മൂല്യം നിർണ്ണയിക്കുക എന്ന് പറയുന്നത്? ഒരു പെണ്ണിന്, അതായത് ആ സ്ത്രീയുടെ ബന്ധുക്കൾക്ക് പണം നൽകി ആ പെൺകുട്ടിയെ സ്വന്തമാക്കുന്ന രീതിയാണ് അസുരവിവാഹം. അതിൽ പെൺകുട്ടിക്കല്ല ഒരിക്കലും പ്രാധാന്യം നൽകിയിരുന്നത്, മറിച്ച് എന്തിനായിരുന്നു, പണത്തിന്, സമ്പത്തിന് പ്രാധാന്യം നൽകിയിരുന്നത് കൊണ്ടാണ് ഇതിനെ ഏറ്റവും തിന്മയായ വിവാഹ രീതി എന്ന് ഉദ്ദേശിക്കുന്നത്. അസുരവിവാഹത്തെയാണ് അങ്ങനെ പറയുന്നത്. ഇനി ഗാന്ധർവ വിവാഹം. മാതൃകാപരമായ വിവാഹമാണ് ഏതെന്ന് പറയുന്നത് ഗാന്ധർവ വിവാഹം. അതായത് പരസ്പരം സ്നേഹിക്കുന്ന സ്ത്രീക്കും പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കാം. ഇതിന് അച്ഛൻ്റെയോ അമ്മയുടെയോ ഒന്നും സമ്മതത്തിൻ്റെ ആവശ്യമില്ല. ഇതിനെയാണ് ഗാന്ധർവ വിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രാക്ഷസ വിവാഹം, 7ാമത്തെ രീതി എന്ന് പറയുന്നത് രാക്ഷസ വിവാഹമാണ്. മഹാഭാരത കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന വിവാഹ രീതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? രാക്ഷസ വിവാഹം. അതായത് യുദ്ധത്തിൽ ജയിക്കുന്ന വ്യക്തി പരാജയപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് രാക്ഷസ വിവാഹം എന്ന് പറയുന്നത്. പണ്ട് നമുക്കറിയാം ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ. ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ കൂടെ യുദ്ധങ്ങൾ ഉണ്ടാവുകയും സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്ന ഏർപ്പാടൊക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, അവർക്ക് ആ തട്ടിക്കൊണ്ടു പോകുന്നവരിൽ നിന്നുള്ള സ്ത്രീകളെ ഇവർ വിവാഹം കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇതാണ് രാക്ഷസ വിവാഹം. അപ്പോൾ ഈ പണ്ട് കാലത്ത് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകലും ഈ യുദ്ധമൊക്കെ സാധാരണമായിരുന്ന കാലത്താണ് വളരെ കൂടുതലായി രാക്ഷസ വിവാഹം അനുവർത്തിച്ചു പോന്നിരുന്നത്. പൈശാചിക വിവാഹം എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് 8ാമത്തെ. ഹൈന്ദവ വിവാഹങ്ങളിൽ ഏറ്റവും നികൃഷ്ടവും അപലപനീയവുമായ ഒരു വിവാഹ രീതിയാണ് പൈശാചിക വിവാഹം. അതായത് രാക്ഷസ വിവാഹവുമായി സാമ്യമുണ്ടെങ്കിലും പൈശാചിക വിവാഹത്തിന് ചില പ്രത്യേകതയുണ്ട്. എന്താണ്? ചതിയിലൂടെ പെൺകുട്ടിയെ സ്വന്തമാക്കുന്നത്, ചതിയിൽപ്പെടുത്തി വിവാഹം കഴിക്കുന്ന രീതിക്കാണ് പൈശാചിക വിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് പെർസ്പെക്റ്റീവ് ആൻഡ് preferential റൂൾസ് ഓഫ് മാരേജ്. വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏതെല്ലാമാണെന്നുള്ള ക്വസ്റ്റ്യനാണ് നെക്സ്റ്റ്. അതായത് പാരലൽ കസിൻ മാരേജ്, ക്രോസ് കസിൻ മാരേജ്, അതുപോലെ ലെവിറേറ്റ്, സൊറേറ്റ്, എന്തൊക്കെയാണ് ഇവയെന്ന് നമുക്ക് നോക്കാം. പാരലൽ കസിൻ മാരേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് സഹോദരങ്ങളുടെ മക്കൾ തമ്മിലോ സഹോദരിമാരുടെ മക്കൾ തമ്മിലോ നടത്തുന്ന വിവാഹത്തെയാണ് പാരലൽ കസിൻ മാരേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? രണ്ട് സഹോദരന്മാരുടെ മക്കളോ അല്ലെങ്കിൽ സഹോദരിമാരുടെ മക്കളോ അവർ തമ്മിൽ വിവാഹം കഴിച്ചാൽ അതിനെ നമുക്ക് പാരലൽ കസിൻ മാരേജ് എന്ന് പറയാം. ഇനി ക്രോസ് കസിൻ മാരേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അച്ഛൻ്റെ സഹോദരിയുടെ, അതായത് പിതൃ സഹോദരിയുടെയോ മാതൃ സഹോദരൻ്റെയോ അമ്മയുടെ സഹോദരൻ്റെയോ സന്താനത്തെ വിവാഹം കഴിക്കുന്ന, അച്ഛൻ്റെ സഹോദരിയുടെ മക്കളെയോ അമ്മയുടെ സഹോദരൻ്റെ മക്കളെയോ അങ്ങനെ വിവാഹം കഴിക്കുന്ന രീതിയാണ് ക്രോസ് കസിൻ മാരേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ലെവറേറ്റ് എന്ന് പറയുന്നത്? അതായത് സന്താനമില്ലാതെ മരിച്ച സഹോദരൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നു. ഇപ്പോൾ ഒരാൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ഇല്ലാതെ മരിച്ച സഹോദരൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്ന രീതി. ഇനി അപ്പോൾ സൊറേറ്റ് എന്താണ്? മരിച്ചുപോയ ഭാര്യയുടെ സഹോദരിയെ വിവാഹം കഴിക്കുന്ന രീതിയാണ് സൊറേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാരലൽ കസിൻ മാരേജ്, ക്രോസ് കസിൻ മാരേജ്, ലെവറേറ്റ്, സൊറേറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ബ്രീഫ്ലി ദ 4 ഫോംസ് ഓഫ് മുസ്ലിം മാരേജ്. മുസ്ലിം വിവാഹത്തിലെ 4 രീതികൾ ഏതെല്ലാം? മുസ്ലിം വിവാഹത്തിൽ പ്രധാനമായും 4 രീതികളാണ്. ഏതൊക്കെയാണ്? നിക്കാഹ്, മുത, ഫസീദ്, ബാറ്റിൽ. ഇത് 4ഉമാണ് മുസ്ലിം വിവാഹത്തിലെ പ്രധാനപ്പെട്ട രീതികൾ. എന്താണ് നിക്കാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിക്കാഹ് അല്ലെങ്കിൽ സഹി നിക്കാഹ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രചാരമുള്ള വിവാഹ രീതിയാണ് നിക്കാഹ്. സ്ത്രീയുടെയോ പുരുഷൻ്റെയോ സമ്മതത്തോടെ മുല്ല എന്ന് വിളിക്കപ്പെടുന്ന പുരോഹിതൻ്റെയും അല്ലെങ്കിൽ 2 ഭാഗത്തു നിന്നും പെണ്ണിൻ്റെയും സ്ത്രീയുടെയും പുരുഷൻ്റെയും ഭാഗത്തു നിന്നുള്ള സാക്ഷികളുടെയൊക്കെ സാന്നിധ്യത്തിൽ നടത്തുന്ന വിവാഹമാണ് നിക്കാഹ്. ഈ വിവാഹത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അച്ഛൻ്റെ സ്വത്തിൽ പൂർണ്ണമായ അവകാശം ഉണ്ടായിരിക്കും. അപ്പോൾ മുസ്ലിം വിവാഹ രീതികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഒന്നാമത്തേതെന്ന് പറയുന്നത് നിക്കാഹാണ്. ഈ രീതിയുടെ ഈ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീയും പുരുഷനും അവരുടെ സമ്മതത്തോടെ, സ്ത്രീയുടെയും പുരുഷൻ്റെയും സമ്മതത്തോടെ മുല്ല എന്ന് വിളിക്കുന്ന അവരുടെ പുരോഹിതൻ്റെയും അതുപോലെ വധുവിൻ്റെയും വരൻ്റെയും 2 ഭാഗത്തു നിന്നുള്ള സാക്ഷികളുടെയും സാന്നിധ്യത്തിൽ നടത്തുന്ന വിവാഹം. ഈ വിവാഹത്തിൻ്റെ പ്രത്യേകത ഇതിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അച്ഛൻ്റെ, പിതാവിൻ്റെ സ്വത്തിൽ പൂർണ്ണമായ അധികാരം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മുത. എന്താണ് മുത എന്ന് പറയുന്നത്? താൽക്കാലിക ബന്ധമായ വിവാഹ രീതിയാണ് ഏതെന്ന് പറയുന്നത്? മുത എന്ന് പറയുന്നത്. ഇത് അത്ര സാധാരണമായിട്ട് ഈ വിവാഹ രീതി അത്ര സാധാരണമല്ല. അതായത് സുന്നി മുസ്ലിംസിനിടയിൽ നിക്കാഹ് മാത്രമാണ് അംഗീകരിക്കപ്പെട്ട വിവാഹം എന്ന് പറയുന്നത്. മുത്ത രീതി എന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹത്തിൻ്റെ കാലാവധി നിശ്ചയിക്കപ്പെടുന്നു. ഈ വിവാഹബന്ധം പിന്നീട് സ്ഥിരമാക്കാവുന്നതുമാണ്. അതായത് കല്യാണത്തിന് മുൻപേ തന്നെ വിവാഹത്തിൻ്റെ കാലാവധി നിശ്ചയിക്കപ്പെടുന്നു. ഈ വിവാഹബന്ധം പിന്നീട് വേണമെങ്കിൽ സ്ഥിരമാക്കാം. ഈ ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു? പിതാവിൻ്റെ സ്വത്തിൽ പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കും. എന്നാൽ അവിടെ ഒരു പ്രത്യേകതയുള്ളത് ഭർത്താവിൻ്റെ സ്വത്തിൽ ഭാര്യയ്ക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അതാണ് മുതയുടെ പ്രത്യേകത. ഇനി ഫസിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹത്തിൽ ക്രമക്കേടുണ്ടെങ്കിൽ അത് ഏത് വിവാഹമാണ്? ഫസിദ് എന്ന രീതിയാണ്. വിവാഹത്തിൽ പാലിക്കേണ്ട ഔപചാരികതകൾ പൂർത്തീകരിക്കാത്ത വിവാഹക്രമം ഇല്ലാത്തതാണ്. അതായത് ഉദാഹരണമായി പറയുന്നത് 5ാമത്തെ വിവാഹം, അന്യമതത്തിൽ നിന്നുള്ള വിവാഹം, ഇതെല്ലാമാണ് ഫാസിദിൻ്റെ പ്രത്യേകത. അതായത് വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ ക്രമക്കേടുകൾ നിലനിൽക്കുന്ന ഒരു രീതിയാണ്. വിവാഹത്തിൽ പാലിക്കേണ്ട ഔപചാരികതകൾ പൂർത്തീകരിക്കാത്ത വിവാഹ രീതിയാണ് ഇതെന്ന് പറയുന്നത്. ഇനി ബാറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? മുസ്ലിം വിവാഹത്തിൻ്റെ തത്വങ്ങൾ പാലിക്കാതെയുള്ള വിവാഹ രീതിയാണ് ബാറ്റിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഡിവോഴ്സ് എമോങ് ദ മുസ്ലിംസ്. മുസ്ലിം വിവാഹ മോചന രീതികൾ ഏതെല്ലാം? പ്രധാനമായും മുസ്ലിം വിവാഹമോചന രീതികൾ എന്ന് പറയുന്നത് ഖുല, മുബാറത്ത്, തലാഖ് ഇവയാണ് മുസ്ലിം സമുദായത്തിലെ വിവാഹമോചന രീതികൾ.
പരസ്പര സമ്മതത്തോടെ ഭാര്യയ്ക്കും ഭർത്താവിനും ഖുലാ പ്രകാരമോ മുബാറത്ത് പ്രകാരമോ എന്ത് ചെയ്യാം, വിവാഹമോചനം നേടാവുന്നതാണ്. ഖുലാ പ്രകാരം ഭാര്യയാണ് വിവാഹമോചനത്തിന് മുൻകൈ എടുക്കുന്നത്. മുബാറത്തിലാണെങ്കിൽ രണ്ട് കക്ഷികളും വിവാഹമോചനം ആഗ്രഹിക്കുന്നവരാകയാൽ അതിന് ഭാര്യയോ ഭർത്താവോ മുൻകൈ എടുക്കുകയും ചെയ്യുന്നു. കോടതി ഇടപെടലൊന്നുമില്ലാതെ മുസ്ലിം ഭർത്താവിന് തൻ്റെ ഭാര്യയെ നിയമപ്രകാരം വിവാഹമോചനം അനുവദിക്കുന്ന രീതിയാണ് തലാഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഖുലാ എന്ന് പറയുന്നത് ഭാര്യ വിവാഹമോചനത്തിന് മുൻകൈ എടുക്കുന്ന രീതിയാണെങ്കിൽ, മുബാറത്ത് എന്ന് പറയുന്നത് ഭാര്യയോ ഭർത്താവോ ആകാം എന്ത് ചെയ്യുന്നത്, വിവാഹമോചനത്തിന് മുൻകൈ എടുക്കുന്നത്. ആർക്ക് വേണോ ആകാം. എന്നാൽ തലാഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലും നിയമപ്രകാരം, അതായത് കോടതിയുടെ ഇടപെടലൊന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു, ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയോ അവർക്ക് നിയമപ്രകാരം വിവാഹമോചനം അനുവദിക്കുന്ന, മത നിയമം അനുസരിച്ച് വിവാഹമോചനം അനുവദിക്കുന്നതിനെയാണ് തലാഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും സമയം പഠിച്ചെന്താണ്, പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ഹൈന്ദവ സമുദായത്തിലായിക്കോട്ടെ മുസ്ലിം സമുദായത്തിലായിക്കോട്ടെ നിലനിന്നിരുന്ന ഒരുപാട് വിവാഹ രീതികളെക്കുറിച്ച് പഠിച്ചു. അതിനൊക്കെ ശേഷം അത് ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയുണ്ടായി അല്ലേ. ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മാരേജ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ മാറ്റം വന്നതോടൊപ്പം തന്നെ നമ്മുടെ വിവാഹത്തിലും മാറുന്ന പ്രവണതകളുണ്ടായി. എന്തൊക്കെയാണ് ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മാരേജ് അല്ലെങ്കിൽ വിവാഹത്തിൽ മാറുന്ന പ്രവണതകൾ? അതിനെക്കുറിച്ചുകൂടി നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം വിദ്യാഭ്യാസം അല്ലേ, പിന്നീട് വന്ന കാലഘട്ടത്തിലാണെങ്കിൽ വിദ്യാഭ്യാസത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം ലഭിക്കുകയുണ്ടായി. അതുപോലെ നിയമങ്ങളിൽ ഒരുപാട് മാറ്റം വന്നു. അതാണ് നിയമനിർമ്മാണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്, വ്യാവസായികവൽക്കരണം അല്ലേ, ഒരുപാട് സ്ത്രീകളൊക്കെ ജോലിക്ക് പോകുന്ന അവസ്ഥയുണ്ടായി. നഗരവൽക്കരണം, സാംസ്കാരികമായി ജീവിക്കുന്ന അവസ്ഥ, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയാണ്. അപ്പോൾ നിയമനിർമ്മാണം, വിദ്യാഭ്യാസം, വ്യാവസായികവൽക്കരണം, നഗരവൽക്കരണം ഇങ്ങനെയുള്ള ഘടകങ്ങൾ ഹിന്ദു വിവാഹ സമ്പ്രദായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, കാതലായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. യുക്തിവാദം, വ്യക്തിവാദം, സ്ത്രീ പുരുഷ സമത്വം, വ്യക്തി സ്വാതന്ത്ര്യം, ജനാധിപത്യം തുടങ്ങിയ ആധുനിക മൂല്യങ്ങളും അതുപോലെ തന്നെ പാശ്ചാത്യ ആശയങ്ങൾ അല്ലേ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അങ്ങനെയുള്ള ആശയങ്ങളും ചെറുപ്പക്കാരായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കാഴ്ചപ്പാടുകളെയൊക്കെ മാറ്റിമറിച്ചു. അതിൻ്റെ ഫലമായി വിവാഹം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലെ പ്രധാന സന്ദർഭങ്ങളിൽ സ്ത്രീ സ്വതന്ത്രമായ തീരുമാനങ്ങൾ സ്വീകരിക്കുന്ന അവസ്ഥയിലെത്തി. സ്ത്രീ മാത്രമല്ല പുരുഷനും. അപ്പോൾ അതിന് കാരണമായി തീർന്നത് എന്തൊക്കെയായിരുന്നു? സ്ത്രീകൾക്കായിക്കോട്ടെ പുരുഷന്മാർക്കായിക്കോട്ടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ എന്താണ്, സ്ത്രീ പുരുഷ സമത്വം, വ്യക്തി സ്വാതന്ത്ര്യം, ജനാധിപത്യം, ഇതെല്ലാം സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ ആകർഷിക്കാൻ തുടങ്ങി. അതുപോലെ സ്വന്തമായിട്ട് അതിൻ്റെ ഫലമായിട്ട് തന്നെ അവരുടെ വിവാഹ രീതിയിലും വിദ്യാഭ്യാസത്തിലും തൊഴിലിലുമെല്ലാം അവർ സ്വതന്ത്രമായി ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ തുടങ്ങി. വ്യാവസായികവൽക്കരണം നമുക്കറിയാം, കൈത്തൊഴിലുകൾ ചെയ്തിരുന്ന അല്ലെങ്കിൽ കുടിൽ വ്യവസായങ്ങൾ ചെയ്തിരുന്ന അവസ്ഥയിൽ നിന്നും യന്ത്രവൽകൃത സമൂഹത്തിലേക്ക് മാറിയതിനെയാണ് നമ്മൾ വ്യാവസായികവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാക്ടറികളിലേക്ക് മാറുന്ന അവസ്ഥ, അതോടുകൂടി സ്ത്രീകളുടെ ജോലി അല്ലേ, പണ്ട് കാലത്ത് സ്ത്രീകളും കുട്ടികളുമായിരുന്നു കൂടുതലായും കുടിൽ വ്യവസായത്തിലേക്ക് ഉൾപ്പെട്ടിരുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും തൊഴിൽ ചെയ്യാനും സമ്പാദിക്കാനും തുടങ്ങി. വ്യാവസായികവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് സ്ത്രീകളും പുരുഷന്മാരോടൊപ്പം തന്നെ തൊഴിൽ ചെയ്യാനും സമ്പാദിക്കാനും തുടങ്ങി. ഇത് അവരുടെ അന്തസ്സും അഭിമാനവും ഉയർത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. സ്ത്രീകൾ സ്വന്തമായിട്ട് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ, സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ അതവരുടെ അഭിമാനവും അന്തസ്സും ഒക്കെ ഉയർത്തി. ഈ വക സംഭവങ്ങൾ വിവാഹം എന്ന സ്ഥാപനത്തെ കാര്യമായി ബാധിച്ചു. ഓരോ സ്ത്രീയും അവർക്ക് ഇഷ്ടപ്പെട്ട ആളിനെ വിവാഹം കഴിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അപ്പോൾ വ്യാവസായികവൽക്കരണവും നഗരവൽക്കരണവും ഒക്കെ വിവാഹ രീതികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. നഗരങ്ങളുടെ വളർച്ചയും നഗര ചുറ്റുപാടുകളും അതോടൊപ്പം തന്നെ കുടുംബം, വിവാഹം എന്നീ സ്ഥാപനങ്ങളിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഈ പഠിച്ചതിലൂടെ മനസ്സിലാക്കിയത്, സമൂഹത്തിലെ നിയമനിർമ്മാണത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും അതുപോലെ വ്യാവസായികവൽക്കരണത്തിലൂടെയും യുക്തിവാദം, വ്യക്തിവാദം, അതുപോലെ തന്നെ ജനാധിപത്യം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ സമൂഹത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചാണ്. അതുപോലെ വിവാഹത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് 12ാമത്തെ ചാപ്റ്റർ മാരേജ്